പിടിവാശി മുഖ്യമന്ത്രി കാണിക്കുന്നത്? ഇവിടെ ഹെലികോപ്റ്റർ വാടക 1.5 കോടി അല്ലെങ്കിൽ 2 കോടി രൂപ കൊടുക്കേണ്ടത് അത്ര അത്യാവശ്യമുള്ള കാര്യമാണോ? ആരെവിടെ ഹെലികോപ്റ്റർ സഞ്ചരിക്കുന്നത്? മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നുണ്ടോ? എന്റെ സുഹൃത്തുക്കളെ, ഒരുപക്ഷെ ഞാൻ ഈ ഒരു വിഷയം അവതരിപ്പിക്കുന്ന സമയത്ത് ഈ തന്ന ഡയലോഗും അതിൽ കാണിച്ച ഫോട്ടോയും എന്തൊക്കെയോ പ്രശ്നമുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരിക്കും. ഒരു വലിയ ദൂരെ കഥയൊന്നും എനിക്ക് പറയാനില്ല. അധിക വർഷം ദൂരത്തെ കഥകളൊന്നും ഞാൻ പറയുന്നില്ല. വെറും ഒരു 10 വർഷത്തിനിടയ്ക്കുള്ള ചെറിയ കഥ. കേരളം അന്ന് ഭരിച്ചിരുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു. ആ ഒരു മുഖ്യമന്ത്രി അദ്ദേഹം ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്നു. അദ്ദേഹത്തിന് സ്വന്തം ആവശ്യത്തിനല്ല, പോലീസ് ഡിപ്പാർട്ട്മെന്റിനാണ് ആ ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്നത്. ആ വാടകയ്ക്ക് എടുത്ത ഹെലികോപ്റ്റർ പിന്നീട് 7 തവണയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പറന്നത്. പല സന്ദർഭത്തിൽ പല സമയങ്ങളിൽ 7 തവണ പറന്നത് അത് മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യാനായിരുന്നില്ല. ആ 7 തവണയും പറന്നത് 7 ജീവനുമായിട്ടായിരുന്നു. അവയവ ദാന ശസ്ത്രക്രിയയുടെ ഭാഗമായിട്ട് വളരെ പെട്ടെന്ന് അവയവം ഹെലികോപ്റ്ററിൽ മറ്റു ഹോസ്പിറ്റലിലേക്ക് പറന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ. അതിനായിരുന്നു ആ ഒരു വാടക ഹെലികോപ്റ്റർ ഉപയോഗിച്ചിരുന്നത്. ഈ അടുത്ത സമയത്ത് അതിന് കരാർ ഒന്ന് നീട്ടണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ VD സതീശ മേനോൻ ഗവൺമെന്റിന് DGP ഒരു കത്തയച്ചതൊക്കെ വാർത്തയായിരുന്നു. അതൊക്കെ നമ്മൾ കേട്ടതാണ്, കണ്ടതാണ്. സംഗതി ഇവിടെ കിടക്കട്ടെ. നോക്കൂ, ഒരു കാലഘട്ടത്തിൽ ആ ഒരു വിവാദ ഹെലികോപ്റ്റർ അത് ഭീകരമായ വിവാദമായിരുന്നു. നമ്മുടെ പിണറായി വിജയനെ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചിരുന്ന ചില ചാനലുകളൊക്കെ ഉണ്ട്, മറുനാടൻ മലയാളിയെ പോലുള്ള ചാനലുകൾ. ആ ചാനലുകളെല്ലാം അതിഭീകരമായ രീതിയിലായിരുന്നു അന്ന് പിണറായി വിജയനെതിരെ വാർത്തകൾ ചമച്ചിരുന്നത്. ഒരു സംശയമില്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് പോലീസ് സേന രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ചിരുന്നു. പിണറായി വിജയനെ സുഖിപ്പിച്ചു നിർത്തുക, അദ്ദേഹത്തിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക, അദ്ദേഹം ഒരു രാജാവാണ് എന്ന് സ്വയം ചിന്തിക്കുന്ന തരത്തിൽ സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നതായിരുന്നു പോലീസിന്റെ പണി. പിണറായി വിജയൻ എതിരെ പോയാലും വലിയ പോലീസ് സന്നാഹമാണ്. വഴി നീളെയുള്ള ട്രാഫിക് സിഗ്നലുകൾ ഓഫാക്കിയിട്ട് അറിയില്ലേ, ഇത് നമ്മുടെ മറുനാടൻ മലയാളി പിണറായി വിജയനെ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹം ഈ വീഡിയോയിൽ പറയുന്നത് പിണറായി വിജയന്റെ കുടുംബക്കാർക്ക് സഞ്ചരിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് ആ ഒരു ഹെലികോപ്റ്റർ എന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. സംഗതി അവിടെ കിടക്കട്ടെ. ഇത് മാത്രമല്ല, ഇനിയും ഒന്നുകൂടി കാണിച്ചു തരാം. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിന് മാസവാടക 80 ലക്ഷം രൂപ. മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്കായി പോലീസ് വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ തലസ്ഥാനത്തെത്തി. സുരക്ഷാ പരിശോധനകൾക്കാണ് ചിപ്സണിന്റെ ഹെലികോപ്റ്റർ എത്തിച്ചത്. വാടക കരാറുമായി ബന്ധപ്പെട്ട് നീണ്ടുനിന്ന പേര് മാറരുതേ, ചിപ്സൺ എന്ന് പറയുന്ന ആ ഒരു കമ്പനിയാണ്. മിണ്ടാതിരിക്കും പെണ്ണെ. ചിപ്സൺ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഹെലികോപ്റ്ററാണ് അതിലാണ് സഞ്ചരിച്ചിരുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇനി ഒരു ഫോട്ടോ കാണിച്ചു തരാം. 6 മണിക്കൂർ കൊണ്ടാണ് ഈ ഒരു പയ്യന്റെ അവയവുമായിട്ട് വൃക്കയുമായിട്ട് ആംബുലൻസ് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോയത്. 6 മണിക്കൂർ എടുത്തു. ഏറി വന്നാൽ ഒരു 1/2 മണിക്കൂർ യാത്ര മാത്രം മതിയാവുമായിരുന്ന നമ്മുടെ ഹെലികോപ്റ്റർ യാത്രയ്ക്കാണ് 6 മണിക്കൂർ എടുത്തിട്ടന്ന് റോഡ് മാർഗം പോയത്. എന്തേ നമ്മുടെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചില്ല? എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല? എന്നാൽ അന്ന് ഉപയോഗിക്കാത്ത ഹെലികോപ്റ്റർ, ആ ഒരു അവയവദാനത്തിന് വേണ്ടി ഉപയോഗിക്കാത്ത ഹെലികോപ്റ്റർ, നമ്മുടെ ജനങ്ങൾക്ക് ഉപകാരമുള്ള ആ ഒരു യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കാത്ത ഹെലികോപ്റ്റർ ഇപ്പോഴിതാ മുഖ്യമന്ത്രി ദുരന്ത സ്ഥലത്തേക്ക് ഹെലികോപ്റ്റർ നാളെ ഉച്ചയ്ക്കെത്തും. ഈ വാർത്ത നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ടോ? എന്തേ ഇതിനത് ഉപയോഗിച്ചില്ല? ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായിരുന്നില്ലേ നമ്മുടെ പിണറായി വിജയൻ ആ ഒരു ഹെലികോപ്റ്റർ ഉപയോഗിച്ച് 7 തവണ ഉപയോഗിച്ചത്? എന്താ മറന്നു പോകുന്നത്? അങ്ങനെ റീസെന്റ് ആയിട്ടുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു ചരിത്രങ്ങൾ നിങ്ങൾ മറന്നു പോവല്ലേ? പിണറായി വിജയൻ ഉപയോഗിക്കുമ്പോൾ അത് ദൂർത്തെന്നും, ഇവിടെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശ മേനോൻ അത് ഉപയോഗിക്കുമ്പോൾ അത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന നിലയ്ക്ക്, സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം എന്ന നിലയ്ക്ക് അവതരിപ്പിക്കപ്പെടുന്നത് എന്തുകൊണ്ടാ? ഹെലികോപ്റ്റർ ദൂർത്ത് ഇപ്പൊ തിരുത്തേണ്ടത് ആരാണ്? VD സതീശ മേനോനാണോ? ഓക്കെ, ഇതേ മനുഷ്യൻ മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ ദൂർത്തിന്റെ അങ്ങേയറ്റം VD സതീശ മേനോൻ വർഷം 2023 പറഞ്ഞ ഡയലോഗാണ്. 2023 ഇപ്പോൾ 26 എത്തി നിൽക്കുമ്പോൾ ഇദ്ദേഹമാണ് മുഖ്യമന്ത്രി. ഇദ്ദേഹം ഈ ഹെലികോപ്റ്റർ ദൂർത്ത് ഒഴിവാക്കുമോ എന്ന് മാത്രമാണ് ചോദ്യം. ഒരു പയ്യന്റെ
അവന്റെ മരണത്തിന് തുടർന്ന് അവരെ രക്ഷിതാക്കൾ ചെയ്ത ഏറ്റവും വലിയ നന്മ, അവന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ അവർ തീരുമാനിക്കുന്നു. മറ്റു ജീവനുകളില് മറ്റാളുകൾ ജീവിക്കട്ടെ തന്റെ മകനെ കൊണ്ട് എന്നവർ തീരുമാനിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് അവയവം വേറെ സ്ഥലത്തേക്ക് എത്തിയാൻ നമുക്ക് ആംബുലൻസ് ഉപയോഗിക്കേണ്ടി വന്നു. അതിനേക്കാൾ വേഗതയിൽ എത്തിക്കാവുന്ന ഹെലികോപ്റ്റർ അന്ന് ഉപയോഗിച്ചിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിണറായി വിജയൻ സഖാവായിരുന്നെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുമായിരുന്നു. അതിനായിരുന്നു ഹെലികോപ്റ്റർ നമ്മൾ വാങ്ങിച്ചു വെച്ചിരുന്നത്. ആ വിവാദ ഹെലികോപ്റ്ററിലാണ് ഇന്ന് ആരൊക്കെ ഇതാ മേപ്പാടി മണ്ണിടിച്ചിൽ മന്ത്രിമാർ ഹെലികോപ്റ്ററിൽ വയനാട്ടിലേക്ക് എന്ന് കാണാം. AP അനിൽകുമാറും നമ്മുടെ ടി സിദ്ദിഖ് അടക്കമുള്ള ആളുകൾ. താഴത്ത് വേണമെങ്കിൽ ആ വീഡിയോ എന്റെ കയ്യിലുണ്ടല്ലോ. എവിടെ? കണ്ടോ? ചിപ്സന്റെ അതേ ഹെലികോപ്റ്റർ അല്ലേ? ചിപ്സന്റെ അതേ ഹെലികോപ്റ്റർ, പിണറായി വിജയനെ ദൂർത്തെന്ന് പറഞ്ഞ് ഇവരൊക്കെ പരിഹസിച്ച അതേ ഹെലികോപ്റ്ററിൽ തന്നെയാണ് ടി സിദ്ദിഖും അനിൽകുമാർ അടക്കമുള്ള ആളുകൾ പോയത്. ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ മേനോൻ വയനാട്ടിലേക്ക് എത്തുന്നതും അതേ ഹെലികോപ്റ്ററിലാണ്. ഇതൊരു അവശ്യ സാധനമാണെന്നേ. എന്നാൽ പിണറായി വിജയൻ അത് വാടകയ്ക്ക് എടുക്കുകയും യാത്ര ചെയ്യുകയും ചെയ്യുമ്പോൾ അത് എന്തോ ഒരു വലിയ പ്രോബ്ലമായിട്ടും അല്ലെങ്കിൽ അത് അനാവശ്യ ദൂർത്തായിട്ടും അത് VD സതീശൻ മേനോൻ ചെയ്യുമ്പോൾ അത് അവശ്യ സംഗതിയായിട്ട് മാറുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് എത്താൻ അതിവേഗം എത്താൻ വേണ്ടിയിട്ട് വയനാട് മണ്ണിടിച്ചിൽ ദുരന്ത സ്ഥലത്തേക്ക് എത്താൻ ബഹുമാനപ്പെട്ട AP അനിൽകുമാറിന്, ബഹുമാനപ്പെട്ട ടി സിദ്ദീഖിന്, നമ്മുടെ VD സതീശൻ മേനോനൊക്കെ എന്ത് വേണം? ഹെലികോപ്റ്റർ വേണം. എന്നാൽ അതേസമയം അത് പിണറായി വിജയനാവുമ്പോൾ അത് എന്തോ ഒരു വലിയ പ്രശ്നമാണ്. അപ്പൊ അവരിങ്ങനെ പ്രസംഗിക്കും. അടിയന്തര ഘട്ടത്തിൽ ഹെലികോപ്റ്റർ വേണമെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് നേവിയുടെ ഹെലികോപ്റ്റർ നമുക്ക് കിട്ടും. എന്തിനാണ് ഈ വാടക ഇങ്ങനെ കൊടുക്കുന്നത്? ഇത്രയും ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളപ്പോഴും ഹെലികോപ്റ്ററിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഇത്ര പിടിവാശി മുഖ്യമന്ത്രി കാണിക്കുന്നത്? ഇവിടെ ഹെലികോപ്റ്ററിന്റെ വാടക 1.5 കോടി അല്ലെങ്കിൽ 2 കോടി രൂപ കൊടുക്കേണ്ടത് അത്ര അത്യാവശ്യമുള്ള കാര്യമാണോ? ആരെവിടെ ഹെലികോപ്റ്റർ സഞ്ചരിക്കുന്നത്? മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നുണ്ടോ? അടിയന്തര ഘട്ടത്തിൽ ഹെലികോപ്റ്റർ വേണമെങ്കിൽ 1 മണിക്കൂർ കൊണ്ട്. എങ്ങനെയുണ്ട് ഇപ്പൊ സഞ്ചരിക്കുന്ന ആരാ? VD സതീശൻ മേനോൻ കൂട്ടരും. നിങ്ങൾക്കൊരു ഇരട്ടത്തപ്പ് മനസ്സിലായോ എന്ന് മാത്രമാണ് ഞാൻ ചോദിക്കുന്നുള്ളൂ. ഇരട്ടത്തപ്പ് മനസ്സിലായോ? മനസ്സിലായാൽ മനസ്സിലാകാത്തവർക്ക് കഴിയുമെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കുറെ എണ്ണം ഉണ്ട് ഇത് മനസ്സിലാവാത്തവര്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഹെലികോപ്റ്റർ എന്നൊക്കെ ഇപ്പൊ ബോധ്യമാവും. എന്നാൽ ആവശ്യ സമയത്ത് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ VD സതീശൻ മേനോൻ. ആ കുഞ്ഞിന്റെ വൃക്കയുമായിട്ട് പറന്നു പോവാനുള്ള ആ ഒരു ഹെലികോപ്റ്റർ അന്ന് ഉപയോഗിച്ചിട്ടില്ല. അന്ന് റോഡ് മാർഗം അത് ഒരുപാട് സമയം വൈകിക്കുകയാണ് ചികിത്സയ്ക്ക്. ആ അവയവത്തിനൊക്കെ ഒരുപാട് അല്ലേ? ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ബൈ.